പ്രശ്നോത്തര രത്നമാലികയിൽ 37 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവസാനം മനുഷ്യൻ ഏറ്റവും ജാഗ്രതയായിരിക്കേണ്ടത് രാജ്യസേവയിലാണെന്ന് പറഞ്ഞു. തുടർന്ന് പ്രാണാദപി കോരമ്യ കുലധർമ്മ സാധുസംഗശ്ച കാ സംരക്ഷ്യാ കീർത്തി പതിവ്രത നൈജബുദ്ധിശ്ച. പ്രാണാദപി കോരമ്യ കുലധർമ്മ സാധുസംഗശ്ച കാ സംരക്ഷ്യാ കീർത്തി പതിവ്രത നൈജബുദ്ധിശ്ച. 90ാമത്തെ ചോദ്യമാണ്, പ്രാണാദപി കഹ രമ്യ? പ്രാണനേക്കാൾ രമ്യമായിട്ടുള്ളത് ആരാണ്? നമ്മെ സംബന്ധിച്ച് ഏറ്റവും രമ്യമായത്, ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും സുന്ദരമായത് സ്വന്തം പ്രാണൻ തന്നെയാണ്. അവിടെ പ്രാണശബ്ദത്തിന് തൻ്റെ ജീവൻ എന്നർത്ഥമെടുക്കാം. ജീവനേക്കാൾ പ്രിയപ്പെട്ടത് മറ്റൊന്നില്ല, ജീവനാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. സാധാരണ അത് ലോകത്തിൽ തന്നെ പ്രസിദ്ധമാണ്. എൻ്റെ ജീവന് തുല്യം പ്രിയമാണെന്നൊക്കെയാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് നമ്മൾ വിശേഷിപ്പിക്കാറ്. അപ്പോൾ ഇവിടെ ചോദ്യം, ജീവനേക്കാൾ പ്രിയപ്പെട്ടത്, രമ്യമായത്, മനോഹരമായത് ആരാണ്, എന്താണ്? മറുപടി, കുലധർമ്മ സാധുസംഗ ച. കുലധർമ്മവും സാധുസംഗവും. ഇത് സാമാന്യമായ ലോകവ്യവഹാരം ചെയ്യുന്ന, വിശേഷിച്ച് പറയട്ടെ ഗൃഹസ്ഥാശ്രമ ധർമ്മം നിർവഹിക്കുന്നവരോടുള്ള ചോദ്യോത്തരങ്ങളാണ്. ഇത് സന്യാസ ജീവിതം നയിക്കുന്നവരോടുള്ള ചോദ്യോത്തരങ്ങളല്ല. അപ്പം അവിടെ ലോക വൃത്തിയിൽ കഴിയുമ്പോൾ നിശ്ചയമായും കുലധർമ്മത്തിന് പ്രാധാന്യമുണ്ട്. കുലധർമ്മത്തെ സംബന്ധിച്ച് കാലാന്തരത്തിൽ പല ഉച്ചനീചത്വ കൽപ്പനകളും സാമൂഹികവും സാമ്പത്തികവുമായ ഉയർച്ച താഴ്ചകളുടെ കൽപ്പനകളുമൊക്കെ വന്നു ചേർന്നു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ജാതിധർമ്മം, കുലധർമ്മം എന്നൊക്കെ പറയുമ്പോൾ അത് ഹീനമാണ്, അത് ദുഷിച്ചതാണ്, എല്ലാ പ്രകാരത്തിലും നിന്ദ്യമാണ് എന്നൊരു ഭാവനയാണ് പൊതുവേ സമൂഹ മനസ്സിന് വരിക. അതവിടെ ഇരിക്കട്ടെ. എന്നാൽ ഒരു കുലധർമ്മവും ഒന്നിന് മീതെയോ ഒന്നിന് താഴെയോ അല്ല. ഒരു ജാതിധർമ്മവും ഉയർന്നതോ താണതോ അല്ല. എല്ലാത്തിനും അതിൻ്റെ മഹിമയുണ്ട്. സാത്വികമായാലും രാജസികമായാലും താമസികമായാലും ഏത് വിധത്തിൽപ്പെട്ട ചര്യയിൽ കഴിയുന്നവരായാലും അവനവൻ്റെ ഗുണഘടനയ്ക്കനുസൃതമായ കർമ്മം ചെയ്യുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകളുണ്ട്. ഒരു തൊഴിൽ മേഖലയും ഒന്നിനേക്കാൾ മികച്ചതോ താഴ്ന്നതോ അല്ല. അവനവന് അർപ്പണഭാവത്തോടുകൂടി ആദരപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ അവനവൻ്റെ തൊഴിൽ തന്നെയാണ് ഉപാസനയായിട്ട് മാറുന്നത്. ഈ കാഴ്ചപ്പാട് നമുക്ക് വേണം. ഈ കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ നമ്മുടേതായ തൊഴിലിനെ ആദരപൂർവ്വം നോക്കിക്കാണാൻ സാധിക്കും. അവിടെ ആവർത്തിച്ച് പറയേണ്ടതുണ്ട്, സാമ്പത്തികമോ സാമൂഹികമോ ആയ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ പലപ്പോഴും ഉത്കർഷതയോ അപകർഷതയോ അറിയാതെ വന്നു ചേരും. കാരണം നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾ കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അറിയാതെ ഉത്കർഷതയും അപകർഷതയും ഒക്കെ വന്നു ചേരും. അതുണ്ടാവരുത്. എല്ലാത്തിനെയും ഒരുപോലെ കാണാനുള്ള, ആദരിക്കാനുള്ള മനോഭാവത്തോടു കൂടി വേണം ഈ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ. അങ്ങനെ വരുമ്പോൾ എല്ലാ തൊഴിലും ശ്രേഷ്ഠമാണ്. എങ്കിൽ അവനവൻ്റെ പിതാമഹന്മാർ, അച്ഛനാവട്ടെ അമ്മയാവട്ടെ, അഥവാ അച്ഛനാവട്ടെ അച്ഛമ്മയാവട്ടെ അമ്മമ്മയാവട്ടെ, അങ്ങനെ പരമ്പരയായി തുടർന്നു പോകുന്ന തൊഴിൽ നമ്മൾ അനുവർത്തിക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ നമുക്കതിൽ പ്രാഗൽഭ്യം നേടാൻ കഴിയും. ആ തൊഴിൽ തന്നെ തലമുറകളിലൂടെ തുടരുമ്പോൾ ആ ജീവനിൽ തന്നെ, ജീവോപാധിയിൽ തന്നെ, സൂക്ഷ്മ ശരീരത്തിൽ തന്നെ ആ തൊഴിലിന് വേണ്ടതായ വാസന സുദൃഢമായി തീരും. ഇപ്പോൾ തലമുറകളിലൂടെ ഒരേ തൊഴിൽ ചെയ്തു പോകുമ്പോൾ സൂക്ഷ്മ ശരീരത്തിലെ സംസ്കാരങ്ങൾ തന്നെ ആ തൊഴിലിന് അനുഗുണമായി തീരും.
2, കൊച്ചുനാൾ മുതൽ ആ തൊഴിലിൽ പരിശീലനം നേടാനും കണ്ട് പ്രാഗൽഭ്യം നേടാനും കഴിയും. ഇതാണ് കുലധർമ്മത്തിൻ്റെ, കുലത്തൊഴിലിൻ്റെ മഹിമ. അത് ശ്രേഷ്ഠമാണ്. അത് സമാജത്തിൽ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതാണ്. അതൊരു വ്യക്തിയുടെ മികവ് വളർത്തുന്നതാണ്. എന്നല്ല, അങ്ങേയറ്റം സംഘർഷരഹിതമായി തൊഴിൽ അനുഷ്ഠിക്കാൻ സഹായിക്കുന്നതാണ്. അതാണ് കുലധർമ്മത്തിൻ്റെ മഹത്വം. അതുകൊണ്ട് കുലധർമ്മം പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതാകണം, രമ്യമാണ്. പിന്നെയോ സാധുസംഘശ്ച, സജ്ജനങ്ങളുമായുള്ള സംഘം. നമ്മുടെ ജീവിതത്തിൽ ഏത് തുറയിൽ കഴിയുന്നവരോ ആവട്ടെ നമ്മൾ, ഏത് മേഖലയോ ആവട്ടെ നമ്മുടേത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് സജ്ജനങ്ങളുമായുള്ള സംഘം. സജ്ജന സംഘം മനസ്സിന് ശാന്തിയെ നൽകുന്നു, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്നു. ഏത് തൊഴിൽ മേഖലകളിൽ വ്യാപരിക്കുന്നവരായാലും ആ തൊഴിൽ മേഖലയിൽ മികച്ച് മുന്നോട്ട് പോകാനും പോരാ, ഈ വ്യവഹാരങ്ങളെല്ലാം ചെയ്യുമ്പോഴും ആന്തരികമായി മനസ്സിനെ ഈശ്വരനിലേക്ക് ചേർക്കാനും സദ്ധർമ്മത്തിൽ ഉറച്ചു കഴിയാനും നമുക്ക് ശക്തി പകരുന്നതാണ്, മാർഗദർശനം നൽകുന്നതാണ് സാധുജനസംഘം. അതുകൊണ്ട് സാധുസംഘം ഏറ്റവും വിലയേറിയതാണ്, ഏറ്റവും രമ്യമാണെന്ന് പറയുകയാണ്. അപ്പോൾ പ്രാണനേക്കാൾ രമ്യം എന്താണ്? ചോദ്യം, മറുപടി കുലധർമ്മവും സാധുസംഘവും. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.